അങ്ങനെയുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. പ്രാർത്ഥിച്ചു തുടങ്ങാൻ പറഞ്ഞാൽ അറിയത്തില്ല. നമ്മളൊരിക്കും പെന്തിക്കോസ് വന്നിട്ട് എത്ര വർഷമായി? 50 കൊല്ലം കഴിഞ്ഞു. ചില പറഞ്ഞ് ഞാൻ ജനിച്ചതേ ഇതിനകത്ത്. തോമാച്ചാന് പറയാനുണ്ട് 2ാം തലമുറയാണ്. കൊച്ചുമക്കളൊക്കെ 4ാം തലമുറയായി. അങ്ങനെ പഴയ ആൾക്കാരുണ്ട്. ചിലര് അങ്ങനെ പറയും ഞങ്ങൾ 5ാം. ചില നമ്മൾ ഈ സമുദായക്കാരെ കുറ്റം പറയാം. അവരെല്ലാം പാരമ്പര്യമാണ്. കൂടുതൽ പാരമ്പര്യം നമ്മളാ പറയുന്നത്. നമ്മൾ സമുദായക്കാരെ കുറ്റം ഞാൻ പറയത്തില്ല. ഒരു പാരമ്പര്യവാദികളാണ്. കൂടുതൽ പാരമ്പര്യം നമ്മൾ. ഞാൻ ചിലരുടെ തീരുമ്പോൾ എവിടാ വീട്? ചിലര് എൻ്റെ വീട് കാവാലം. അതെവിടാ? അത് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്ക്. എത്ര നാളായി ഇതിനകത്ത് വന്നിട്ട്? ഞാൻ പറഞ്ഞ അധികം നാളായില്ല, ഒരു 30 വർഷം കഴിഞ്ഞു. ഞങ്ങൾ 5ാം തലമുറയാണ് എന്ന് പറഞ്ഞാൽ നീ ഞങ്ങളുടെ മുന്നിൽ അല്ല ഒന്നുമില്ല. അത് ഞാനും സമ്മതിക്കുന്നു, ഉണ്ടെന്ന് ഞാൻ പറയുന്നുമില്ല. സാറപ്പച്ചൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. സൈമൺ സാറ് ഞങ്ങളുടെ അവിടെ വന്ന് പ്രവർത്തിച്ച്. ഞങ്ങളുടെ വല്യപ്പൻ അമ്മാമ്മയ്ക്ക് വേണേ അത് പറയാൻ അവകാശം കാണും. കുറ്റമല്ലി പറഞ്ഞു. ഏജയോട് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ട്. അയ്യാപിള്ള സാറിനെ അറിയാവുന്നു, കേട്ടിട്ടുണ്ട്. ഞങ്ങളുമായിട്ട് വലിയ അടുപ്പായി. പുള്ളി കിടന്ന് കട്ടിലകത്ത് ഇവിടെ തുടങ്ങിയത്. അപ്പൊ കൂടുതൽ പാരമ്പര്യം പറഞ്ഞ ആരായിപ്പം? നിങ്ങൾ എന്തേലും തുറന്ന് പറ. ഒന്നും പറയുക. ഞങ്ങള് പറഞ്ഞിട്ട് അങ്ങനെ ഇയാൾ പ്രസംഗിച്ച് തെളിയാണ്. നമുക്കാ പാരമ്പര്യം. പക്ഷേ അതെ, ആ ഭാഗം വിടുക. ഇവരിത്രയും വർഷത്തിന്റെ കണക്കൊക്കെ പറയുന്നുണ്ട്. ഞങ്ങളുടെ സഭ തുടങ്ങിയിട്ട് 100 കൊല്ലം ഞങ്ങൾ ആഘോഷിക്കാൻ പോകും. ആയിക്കോട്ടെ. അപ്പൊ മറ്റൊരു പറഞ്ഞ് ഞങ്ങൾ ആഘോഷിച്ചിട്ട് ഇപ്പൊ 125 കൊല്ലം കഴിഞ്ഞു. ജനറൽ കൺവെൻഷൻ 100ാമത്തെ എന്താ പറയുക, ശതാബ്ദി. അപ്പൊ അവർ പറഞ്ഞു ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം ആഘോഷിച്ചു. ഇനിയിപ്പം അടുത്തത് വരുന്നു. ഞങ്ങൾ സിൽവർ ജൂബിലി. ഇംഗ്ലീഷ് പറയുന്ന തെറ്റുകാരൻ്റെ തെറ്റണേ. അപ്പം മറ്റൊരു പറഞ്ഞു ഗോൾഡൻ ജൂബിലി. ആയിക്കോട്ടെ. ചെമ്പിൻ്റെ ജൂബിലി അങ്ങനെ വല്ലതും ഉണ്ടോ? പ്ലാറ്റിനം. ആട്ടെ. ഇരുമ്പിൻ്റെ ഉണ്ടോ? അയൺ ജൂബിലി അങ്ങനെ വല്ല? എനിക്കറിയത്തില്ല, അതുകൊണ്ട് ചോദിച്ചത്. പക്ഷേ ഗലാത്യലേഖനം 4:10 പൗലോസ് പറഞ്ഞു, നിങ്ങൾ ദിവസങ്ങളും മാസങ്ങളും കാലങ്ങളും ആണ്ടുകളും പ്രമാണിക്കുന്നു. അത് തെറ്റാണ്. അപ്പൊ ഈ കൂടുതലും പാരമ്പര്യത്തിൽ ഇപ്പൊ നമ്മളാ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതെ, അതെ. ഞാൻ നല്ല കാര്യങ്ങൾ നല്ലതാന്ന് പറയാം. ഇതൊക്കെ ആണേലും പക്ഷെ ഇവർക്ക് ഇത്രയും 100 കൊല്ലത്തെ പഴക്കം പറയാനുണ്ട്, ഇത്രയും വർഷമൊക്കെ ഉണ്ട്. ആത്മീയ പക്ഷെ പരിജ്ഞാനപൂർത്തിയില്ല. ഇപ്പോഴും പ്രാർത്ഥിച്ചു തുടങ്ങാൻ അറിയാൻ പറ്റില്ല, പ്രാർത്ഥിച്ചു നിർത്താനും അറിയത്തില്ല. തിരുമേശ നടത്താനും നാളൊരുത്തും ചോദിച്ചു, സാധനം തീർന്നോ? നടത്തുന്ന പുള്ളിയില്ല, സാധനം തീർന്നോ? അവിടെ ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. അറിയത്തില്ല. സമർപ്പോചിതമായിട്ട് പ്രാർത്ഥിക്കാനും അറിയത്തില്ലല്ലോ ചിലർക്ക്. സഭായുഗത്തിന്റെ അനുഗ്രഹത്തിന് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ അന്ന് നടക്കുന്ന ശുശ്രൂഷയും അതിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കണം. അന്നേരം അങ്ങ് ഈ ബ്രേക്ക് ഇല്ലാത്ത സൈക്കിളെ ഇറക്കത്തി പോകുമ്പോലെ, ബ്രേക്കുമില്ല, നല്ല ഇറക്കവാ, എവിടെ ചെന്ന് നിൽക്കുമെന്നോ. പണ്ടൊരാള് ബുള്ളറ്റ് മേടിച്ചു, മോൻ ബുള്ളറ്റ് മേടിച്ചപ്പോൾ അപ്പം പറഞ്ഞു ഞാൻ ഓടിക്കാം. പറഞ്ഞു പാപ്പ ഓടിക്കണ്ട, ബൈക്ക് ബുള്ളറ്റ് കുറച്ചുകൂടെ പിള്ളേരല്ലേ നമ്മുടെ നാട്ടിലേക്ക്. അതുകൊണ്ട് ഞാനാ കാശ് മുടക്കിയത്. ബുള്ളറ്റൊക്കെ നല്ല ഇറക്കമാണ്, ആദ്യമായിട്ട് കയറിയതാണ്. അവസാനം നീ അങ്ങ് ഒക്കുന്നില്ല. അപ്പൊ താഴേന്ന് ആൾക്കാർ ചുമടുമൊക്കെ ആയിട്ട് വരുന്നപ്പോൾ പുള്ളി ബുള്ളറ്റ് എന്ന് പറയാം, നിയന്ത്രണം വിട്ടു ഓടിക്കോളാൻ. ബുള്ളറ്റെ വരിക.
ബാക്കി കാര്യം ഞാനിപ്പോ പറയുന്നത്. ചിലക്ക് ഈ പ്രാർത്ഥനയ്ക്ക് അങ്ങ് നിയന്ത്രണം വിടുക. അവര് പറയുന്നില്ല. അപ്പൊ നമുക്ക് മനസ്സിലാകും നിയന്ത്രണം വിട്ടു. എവിടെ ചെന്ന് പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം. കുറ്റമല്ലേ പറയുന്നത്. ചിലര് പ്രാർത്ഥിക്കുമ്പോൾ വാചകം കിട്ടാതെ വരുമ്പോൾ മറുഭാഷ പറയുന്നവരുണ്ട്. ഉണ്ട്. ചില ഹല്ലേലൂയ എന്ന് പറയുമ്പോൾ ഓർക്കും ആ സമയം കൊണ്ട് നീട്ടി പറയുമെന്നേ ഉള്ളൂ. ഹല്ലേലൂയ അത്ര നീട്ട. അതെന്തിനാന്ന് ചോദിച്ചാൽ അടുത്ത കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം. വർഷം ഇത്രമായല്ലോ. പഴക്കമൊക്കെ പറയുന്നുണ്ടല്ലോ, പാരമ്പര്യമൊക്കെ പറയുന്നുണ്ടല്ലോ. ഉണ്ണൂട് സാറിന്റെ പാരമ്പര്യവും ടി എം വർഗീസ് അപ്പച്ചന്റെ പാരമ്പര്യവും കുക്ക് സാഹിബിന്റെ പാരമ്പര്യവും ജോർജ് ബർഗ് വന്ന കാര്യവും മേരി ചാമ്മാന്റെ കാര്യമൊക്കെ പറഞ്ഞ നല്ല കാര്യം. പക്ഷെ പരിജ്ഞാനപൂർത്തി ഇല്ലല്ലോ. അപ്പൊ ഈ 6-ാം അധ്യായം അങ്ങോട്ട് തുടങ്ങുമ്പോൾ അത്ര സുഖകരമായല്ല, വായിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും. തന്നെയല്ല, നിങ്ങള് ഒരിക്കൽ പ്രകാശനമൊക്കെ ലഭിച്ചതാ, സ്വർഗീയതാണ്, നിങ്ങൾ ആസ്വദിച്ചു വരുമാണ്. പക്ഷെ നിങ്ങൾ പിന്മാറും. ചിലര് അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ വലിയ ബുദ്ധിമുട്ടുമാണ്. ഒരിക്കലായി പ്രകാശനം ലഭിച്ച ശേഷമായി സ്വർഗീയ മന്ദാൻ ആസ്വദിച്ചിടുവാനും ആത്മദാനം നൽവചനം വരുന്ന ലോകത്തിങ്കൽ നിന്നും ജ്ഞാനം പ്രാപിപ്പാൻ അൻപിതോ യേശു നായക തന്നിതോ ഏഴയ്ക്കായി ജീവനേ. അൻപിതോ യേശു നായക തന്നിതോ ഏഴയ്ക്കായി. എത്രയോ അതിക്രമം ചെയ്ത ദോഷി ഞാൻ, എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് നിനച്ചതല്ല ഞാൻ. എത്രയോ അതിക്രമം ചെയ്ത ദോഷി ഞാൻ, എനിക്ക് രക്ഷ ലഭിക്കുമെന്ന് നിനച്ചതല്ല ഞാൻ. കനിവു തോന്നാൻ തിരഞ്ഞുകൊള്ളുവാൻ, കനിവു തോന്നാൻ തിരഞ്ഞുകൊള്ളുവാൻ, അരുമസുതനെ അണച്ചുകൊള്ളുവാൻ കരളലിഞ്ഞിതോ അൻപിതോ തന്നിതോ ഏഴയ്ക്കായി ജീവനേ. അൻപിതോ യേശു നായക. അത്ര എളുപ്പമല്ല. താഴോട്ടുണ്ട്. ഇനി ചുട്ടുകളയ അത്രയും അതിന്റെ അവസാനം. അങ്ങനെയൊക്കെയുള്ള പദങ്ങളാണ് കൊടുത്തിരിക്കുക. അങ്ങനെ ഒന്ന് വായിച്ച് താഴോട്ട്. കൃഷിക്കാരന് ഹിതകരമായ ഫലം കൊടുത്തില്ലെങ്കിൽ, അത് ദോഷമാണ് കൊടുക്കുന്നെങ്കിൽ, അതിനെ മുള്ളും ഞെരിഞ്ഞിലും ഒക്കെ മുളപ്പിക്കുന്നെങ്കിൽ അപ്പൊ ഒന്ന് കൊള്ളുകയല്ല, രണ്ട് ശാപമാ, പിന്നെ ചുടുക. അപ്പം കൊള്ളുകയല്ല, ശാപമാ, ചുട്ടുകളയണം. അവസാനം ഇതാ പരിജ്ഞാനപൂർത്തി പ്രാപിക്കണം. വലിയ ബുദ്ധിമുട്ടാണ് നിങ്ങളെ ഇനി തിരിച്ചു കൊണ്ടുവരുന്ന ഇതൊക്കെ. അപ്പം ഒരു നല്ല കാര്യമാണ് ഈ പറയുന്നതൊക്കെ. കേൾക്കുന്നവർക്ക് അത്ര സുഖം. ഇപ്പോഴത്തെ ശുശ്രൂഷ കേൾക്കുന്നവർക്കെല്ലാം തൃപ്തിയായിരിക്കണം, സുഖമായിരിക്കണം. അങ്ങനെയുള്ളവരെ നമ്മൾ പറയല്ലേ, നമ്മൾ കേട്ടിരിക്കും കേട്ടോ. മറ്റേ പുള്ളിയോ അയാൾ കുറ്റമേ പറയും. നമുക്ക് എഴുന്നേറ്റ് പോകാൻ നമ്മൾ കേട്ടിരിക്കും. തന്നെയല്ല പുള്ളി ഇളക്കുകയും ചെയ്യും. ഇവിടെ ബേച്ചാൻ അങ്ങനെ ഇങ്ങനെ ഇളകുന്ന ആളല്ല. പുള്ളി വന്നപ്പോൾ പിന്നെ ഇളകിയിട്ട് വേവിക്ക് എന്നാ ഗുണമുണ്ടായി, ശരീരവേദന ഉണ്ടായി. പിറ്റേ ദിവസം രോഗത്തിന് വന്നില്ല. എന്തുവാ വേവിച്ച ദേഹവേദന. ഞാൻ കാരണം പിണ്ണതൈലം കൊണ്ട് ചൂട് വെച്ച്
ഇത് അത്ര നല്ല സുഖകരമല്ല ഈ പ്രാരംഭത്തിൽ കേട്ടതേ. അത്ര സുഖമല്ല. പക്ഷെ ഇങ്ങനെ പറഞ്ഞെങ്കിലും അടുത്ത വാക്യത്തിലുണ്ട്, എന്നാൽ പ്രിയമുള്ളവരെ ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങളെ കുറിച്ച് പ്രതീക്ഷയുണ്ട് കേട്ടോ. ഉണ്ട് ഒരു എല്ലാവരെയും പറ്റിയും ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. ഏത് മഹാഭാവിയെ പറ്റിയും ദൈവത്തിനൊരു പ്രതീക്ഷയുണ്ട്. നമ്മൾ ഇതിനെ പറ്റി പറയുമോ ഇനി രക്ഷപ്പെടുക അല്ല, ദൈവത്തിന് പ്രതീക്ഷയുണ്ട്. നമ്മൾ ചിലരെ പറ്റി പറയല്ലേ, പുള്ളി അങ്ങനെ ഉണ്ട്, സാംകുട്ടി, ഓ ആവാൻ ഇനി അല്ലല്ല, ദൈവത്തിന് പ്രതീക്ഷയുണ്ട്. സഭക്കാർക്ക് ചിലപ്പോൾ പ്രതീക്ഷ കാണുകയല്ല. കാരണം നമ്മുടെ താളത്തിന് തുള്ളിയില്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷയില്ല. വീട്ടുകാർക്ക് ചിലപ്പോൾ പ്രതീക്ഷ കാണുകയല്ല, മുതൽ ചിലപ്പോൾ നശിപ്പിച്ചവരായിരിക്കും. കൂട്ടുകാർക്ക് ചിലപ്പോൾ പ്രതീക്ഷ കണ്ടെന്ന് വരികയല്ല. പക്ഷെ ദൈവത്തിന് മടങ്ങി വരുന്നവരെ ചേർക്കുന്നവനാ ദൈവം. അനുദപിക്കുന്ന ഏത് ഭാവിയെ ചേർത്ത് കൊള്ളുന്നവനാ ദൈവം. മനസ്താപത്തോടെ ആത്മതമനത്തോടെ വരുന്നവരെ കൈവിടത്തില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ആത്മാവാ വഴി കാട്ടി എന്നെ സദാ നടത്തി കൊണ്ടുപോകും വാന് കൂടെ സാവധാനത്തിൽ ക്ഷീണരെ സന്തോഷിപ്പി പ്രതീക്ഷയുണ്ട്. സ്തോത്രം. അത് പുതിയ നിയമത്തിന്റെ ഒരു ഭാഷയെ പറഞ്ഞാൽ ദൈവത്തിന് നമ്മളെ പറ്റി ആശയുണ്ട്. നമ്മളെ പറ്റി ആശയുണ്ട്. അത് എഫേസ്യ ലേഖനത്തിൽ കൊടുത്തിരിക്കുന്ന വാക്യം വിളിയാനുള്ള ആശ. നമ്മെ വിളിച്ച ദൈവത്തിന് നമ്മളെ പറ്റി ഒരു ആശയുണ്ട്. നമ്മളിങ്ങനെ ഉറക്കവും തൂങ്ങി മെനക്കേടായിട്ടിരിക്കാനല്ല ദൈവത്തിന്റെ ആശ. അതാണ് നമ്മളെ പറ്റി ദൈവത്തിന് ആശ. അല്ലല്ല, നല്ലൊരു ആശയുണ്ട് ദൈവത്തിന്. അതെ. അപ്പോ എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നു എങ്കിലും നിങ്ങൾക്ക് കേൾക്കുമ്പോൾ സുഖകരമല്ല, ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, പ്രയാസം തോന്നുന്നുണ്ട് ഒക്കെ ഉണ്ടെങ്കിലും പക്ഷെ നിങ്ങളെ കുറിച്ചൊരു പ്രതീക്ഷയുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങൾ ഇങ്ങനെ നിങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുവെങ്കിലും നിങ്ങളെ കുറിച്ച് ശുഭമേറിയതിന്റെ രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. കണ്ടോ, നിങ്ങളെ പറ്റി ഒരു പ്രതീക്ഷയുണ്ട്. ശുഭമേറിയതിന്റെ രക്ഷയ്ക്ക് ഉതകുന്നതും വിശ്വസിക്കുന്നു. എന്താ അതിന്റെ കാരണം? അടുത്ത വാക്യം, ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹം മറന്നു കളയുവാൻ തക്കവണ്ണം ഒരു പ്രതീക്ഷ ഉണ്ട് നിങ്ങളെ. നിങ്ങൾ ഇപ്പൊ അല്പം ക്ഷീണോ പ്രയാസമൊക്കെ വന്നെങ്കിലും നിങ്ങളുടെ മുൻകാല ജീവിതം ഒന്ന് ഓർപ്പിക്കുക. സ്തോത്രം. ഇപ്പൊ ശരീരത്തിന് ക്ഷീണമുണ്ട്, മറ്റു മാനസികമായ പ്രയാസമുണ്ട്, പല ബുദ്ധിമുട്ടിലൊക്കെ ഇരിക്കുന്നെങ്കിലും നിങ്ങളെ പറ്റി ഒരു പ്രതീക്ഷയുണ്ട്. ആരംഭകാലത്ത് നിങ്ങൾ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചവരാ, ശുശ്രൂഷിക്കാൻ താല്പര്യമുള്ളവരാ. നിങ്ങൾ ഉഴപ്പിയില്ല. അതൊക്കെ മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ളത്. ഞാൻ ഒരു കാര്യം പറയാം, എല്ലാവരും യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ മൂന്നാം തലമുറയും രണ്ടാം തലമുറയും ഓർക്കുന്നത് ഇവരുടെ മെച്ചം കൊണ്ടാണ് എല്ലാം കിട്ടിയെന്ന അല്ല.
എല്ലാവരും അങ്ങനെയാണെന്ന് ഞാൻ സമർത്ഥിക്കുന്നുമില്ല. ഇവരുടെയൊക്കെ പിതാക്കന്മാരും മാതാക്കളുമൊക്കെ ഈ വേലയ്ക്ക് ഒത്തിരി ചുമല് കൊടുത്തു. അത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. പണ്ട് ഞാനിത് സൂചിപ്പിച്ചത് ആ സന്ദർഭം വന്നതുകൊണ്ട് ഒന്നുകൂടെ പറയാൻ തെറ്റില്ല. ചിലക്കത് ബുദ്ധിമുട്ടായിട്ട് വരുമോന്ന് അറിയത്തില്ല. എനിക്കത് വിഷയമല്ല. ഈ തോമാചായന്റെ അപ്പച്ചൻ ചെട്ടിപ്പറമ്പിൽ കൊച്ചുകുട്ടിച്ചൻ എന്ന് പറയും. ആരംഭ സമയത്തായി പീസയുടെ ആരംഭ സമയത്തായി കെ എബ്രഹാം അവർകളുടെ സാറപ്പച്ചൻ. അപ്പൊ സാർ അദ്ദേഹം ഒരിക്കലെ അച്ചാനൊരു പഞ്ചാരമില്ല ജോലി ഉണ്ടായിരുന്നു. പഞ്ചാരമില്ലല്ലേ, കോപ്പറേറ്റീവ് ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ പറഞ്ഞു, കൊച്ചുകുട്ടിച്ച ചങ്ങല ഒരെണ്ണം കിട്ടിയാൽ കൊള്ളാന്ന്. പൂട്ടാന്ന് ചങ്ങലയല്ല, ചേങ്ങല ഇങ്ങനെ അടിക്കും. അന്നൊക്കെ മൈക്കില്ല. അപ്പം ചേങ്ങല അടിച്ച യോഗത്തിന് ആള് കൂടുന്നത് കുമ്മനാട്ടെ. അപ്പൊ ഇത് കേട്ടേച്ച് അദ്ദേഹം പോയി. ആ പ്രാവശ്യത്തെ ശമ്പളം കിട്ടിയപ്പം ശമ്പളം വീട്ടിൽ കൊണ്ടുവരാതെ മാനാത്ത് പോയി നല്ല ചേങ്ങല മേടിച്ച് കുമ്മനാട്ട് കൊണ്ട് കൊടുത്തു. പിന്നീട് അതായിരുന്നു മുഴയ്ക്കും. പിന്നെ ആ മൈക്കും ഒക്കെ വന്നത്. ഞാൻ സന്ദർഭം വന്നുകൊണ്ട് പറയാതെ മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവം. ഞാനിപ്പോ എന്റെ ഓർമ്മ വന്ന ദൃഷ്ടി വന്ന ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ മൈക്ക് നിങ്ങളുടെ ഈ തരാണ് പറഞ്ഞു. ഞങ്ങളുടെ വല്യപ്പച്ചനും ചെയ്തതാ പാസ്റ്ററെ, ചേകന അല്ലെങ്കിലും ചെയ്തതാ. അത് നമുക്ക് ഇനി അടുത്ത ദിവസം പറയാം. മറന്നു കളയുവാൻ. പക്ഷെ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, അപ്പന്മാര് സേവിച്ചതുപോലെ ദൈവത്തെ സേവിച്ചോണം. അപ്പനും അമ്മയെ ആരാധിച്ചതുപോലെ ആരാധിക്കണം. രണ്ടാം തലമുറ, മൂന്നാം തലമുറ, നാലാം തലമുറയൊക്കെ കൃപയിൽ നിന്നും പ്രമാണത്തിനും പിന്മാറരുത്. അതാ എനിക്ക് പറയാനുള്ളത്. പക്ഷെ ഒരു കാര്യം പറയാ, ഇത് മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ള ദൈവമല്ല. അന്തിരുനാമത്തിനായി മണ്ണിൽ നിന്നൊക്കെ സഹിച്ചവരെ തന്തിരുനാമത്തിനായി മണ്ണിൽ നിന്നൊക്കെ സഹിച്ചവരെ തിരുസന്നിധം ചേർത്തു താൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടും. ഓ തിരുസന്നിധം ചേർത്തു താൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടും. ഓ പ്രതിഫലം നീടുവാ യേശുരാജൻ വന്നിടുവാ. അധികമില്ലിനിയും മഹത്വം കൊടുക്കുക. അപ്പൊ നിങ്ങൾ വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചവരാ, ശുശ്രൂഷിക്കുന്നതിന് താല്പര്യമുള്ളവരാ. പഴയ പെന്തിക്കോസുകാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചോദിച്ചാലൊക്കെ അറിയാം. 2 കോഴി മുട്ട കിട്ടാ പിള്ളേർക്ക് കൊടുക്കുകയല്ലേ, പിള്ളേര് പരക്കം പാഞ്ഞ് നടക്കുക. അന്നൊക്കെ ഇവിടെ മുട്ട വല്ലതും കിട്ടുമോ? തന്നെ 10 മുട്ട കിട്ടിയ അമ്മ അത് വിൽക്കാൻ നോക്കും. പിന്നെ മുട്ടക്കറി വെക്കണമെങ്കിൽ വിരുന്നുകാർ വല്ലതും വരണം. അത് മുട്ടക്കറി വെച്ചാൽ ഒരു മുട്ടയൊന്നും കിട്ടത്തുമില്ല. ആള് കൂടി കഴിയുമ്പോ അമ്മ മുട്ട 4ആയിട്ട് പൊളക്കും. ഇത് എവിടെയൊന്നും അറിയാൻ മേല. അത് പറഞ്ഞു കൊടുക്കണം. ഞാൻ പറയുന്ന കാര്യം ഇപ്പൊ കൊടുത്തില്ലെങ്കിലും വീട്ടിൽ ചെല്ലുമ്പോൾ ഡേവിഡിനോട് പറഞ്ഞു കൊടുക്കണം. നിങ്ങൾക്ക് അറിയത്തില്ല. പറഞ്ഞു കൊടുത്തു ചോദിക്കും. ഒരു മുട്ടയൊന്നും കിട്ടുകയില്ല. വിളമ്പുമ്പോഴും അമ്മ വളരെ സൂക്ഷിച്ചാ വിളമ്പുന്നത്. വിളമ്പുമ്പോൾ നമ്മൾ നോക്കും, അവൻ ഉണ്ണി കിട്ടിയിട്ടുണ്ടോ. എൻ്റെ അമ്മയോട് പറയുമ്പോൾ അവൻ ഉണ്ണിയുണ്ട്, എനിക്ക് അമ്മ പറയാതെ കലങ്ങിപ്പോയി. അല്ലേ? നിങ്ങളുടെ നോർത്ത് എല്ലാവർക്കും ചിലപ്പോൾ ഞാൻ പറയുന്നതൊന്നും മനസ്സിലാകില്ല. ഉണ്ണിക്ക് അടി ഉണ്ടാക്കിയ പുള്ളിക്കാരും അമ്മ പറയുന്ന അടുത്ത പ്രാവശ്യം തന്നെ ഉണ്ണി തരാം. ഇപ്പൊ നമ്മൾ നേരെ ഉണ്ണി മാറ്റി വെച്ച് വെള്ളം മാത്രമാ നമ്മുടെ ഗതികേട്. ഉണ്ണിയോട് ഇപ്പം വലിയ താല്പര്യം അതെ. പണ്ട് നമ്മൾ കൊതിച്ചിട്ടുണ്ട്.
ഉണ്ട്. ദൈവത്തിന് മഹത്വം. പിന്നെ ആൺപിള്ളേരോട് വേർകൃത്യം അല്ലെങ്കിൽ അമ്മമാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കാരണം ഈ പെൺപിള്ളേരെ കെട്ടിച്ച് വിടുക, ഇപ്പൊ പിന്നെ കെട്ടി ഇഞ്ഞെടുക്കുക. പണ്ടങ്ങനെ പറയുന്നത് മോളെ കെട്ടിച്ച് വിട്ടു. ഇപ്പൊ നമ്മൾ നേരെ തിരിച്ച കെട്ടിച്ചിഞ്ഞ് എന്നോട് ചോദിക്കുക വണ്ടിയെ പോകുമ്പോൾ അവന് പറയാനറിയാൻ അവൻ പറഞ്ഞു സ്തോത്രം ഈ അച്ചായനെ കെട്ടിച്ചത് ഈ വീട്ടിലാന്ന് പറഞ്ഞു. ഒരാൾക്കൊക്കെ പറഞ്ഞു നാട്ടിൽ വെച്ച ഈ അച്ചായനെ കെട്ടിച്ചത്. ഞാൻ പറഞ്ഞ ചിലപ്പോ അതാകാനാ സാധ്യത. അച്ചായന്റെ രീതിയും പോക്കും കണ്ടിട്ട് കെട്ടിച്ചു വിട്ടതാണെന്നാ തോന്നുന്നു. അപ്പൊ ശ്രദ്ധിക്കുക. അപ്പം പിള്ളേരുടെയൊക്കെ ഇരിപ്പും നോട്ടമൊക്കെ കാണുമ്പോൾ അമ്മ ചിലപ്പോൾ അമ്മയുടെ വീതവും കൂടെ എടുത്ത് തരും. അങ്ങനെ കിട്ടിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല, നമ്മൾ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ടല്ലോ. ഇപ്പം കൊടുത്ത പറ മുട്ട മുട്ടയിലുള്ള നോട്ടമൊക്കെ തന്നെ കാണും. ഇത്ര ഉള്ളുകല്ലാത്ത നമ്മൾ കൊതിച്ചിട്ടില്ലേ? മുട്ടയൊക്കെ പൊരിച്ചു തരുന്നത് വല്ലപ്പോഴും. പിന്നെ കൂട്ടാനൊന്നും വെക്കാനില്ലെങ്കിൽ രാവിലെ സ്കൂളിൽ പോകുമ്പം ധൃതി ഉണ്ടെങ്കിൽ 2 മുട്ട പൊരിച്ച് അത് 8ആയിട്ട് കീറി ഓരോ പീസ് എടുത്ത് വെക്കും. അത് സ്കൂളിൽ ചെന്ന് കഴിയുമ്പോൾ കൂട്ടുകാരും പറയും അവനും ഉച്ചയായിരിക്കുന്നു. അല്ല, ഞാൻ തമാശ പറഞ്ഞത്. നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് വിക്ടോറിയ രാജ്ഞിയുടെ അനിയത്തിയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ നാട്ടിൽ വന്നതല്ല, ഞങ്ങൾ ലണ്ടനിൽ വിക്ടോറിയ രാജ്ഞിയുടെ ജനിച്ചതാ. അവിടെ മുട്ടയുടെ അയ്യര് കളിയായിരുന്നു. അല്ല, ഈ പഴയതൊക്കെ ഒന്ന് ഓർക്കുന്നത് നല്ലതാണ്. ഓർക്കുന്നത് നല്ലതാണ്. ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കുക മാത്രമല്ല, പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ല, പുസ്തകത്തിൽ വാക്യം അങ്ങനെ കുഞ്ഞുങ്ങൾ ചോദിക്കും പപ്പ ഈ കല്ല് ഏതാ? അന്നേരം പറയണേടാ, ഈ കല്ല് നമ്മുടെ അപ്പച്ചന്മാര് യോർദാൻ കടന്നപ്പം കവിഞ്ഞൊഴുകിയ യോർദാൻ, മരണ യോർദാൻ എങ്ങനെ മറകര കിടക്കുമെന്നോർത്ത് ജാതികളൊക്കെ തുറച്ചു നോക്കിയപ്പോൾ അവൻ പട്ടകം ചുമന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാല് യോർദാന്റെ വെള്ളത്തിലോട്ട് മുട്ടി മേൽവളത്തിന്റെ ഒഴുക്കി നിന്ന് അരയാവരെ ഒഴുകി ഉണങ്ങിയ നിലമൊഴുക്കി നമ്മുടെ പിതാക്കന്മാർ നടുവിൽ കൂടെ നടന്നക്കരെ കയറി. അന്നേരം നാട്ടിയ കല്ലായി കല്ല്. അപ്പൊ പിള്ളേർക്ക് പഴയ കാര്യം അറിയാം. അതൊക്കെ പറഞ്ഞു കൊടുക്കണം, പിള്ളേരോട് പറഞ്ഞു കൊടുക്കണം. സ്തോത്രം. യോർദാൻ കടന്നാൽ ഭാഗ്യകനാനിൽ, യോർദാൻ കടന്നാൽ ഭാഗ്യകനാനിൽ മോദമോടെന്നും വാസിക്കും യുഗായുഗം. മോദമോടെന്നും വാസിക്കും യുഗായുഗം. വീഴാതെ നിൽക്കുവാൻ വീണത് പോലെ പാടുന്നത്. വൈരികൻ പിൻപിൽ ചെങ്കാടൽ മുൻപിൽ, വൈരികൻ പിൻപിൽ ചെങ്കാടൽ മുൻപിൽ, ദുരിതം എൻ ചുറ്റിലും കാണുന്ന നേരം, ദുരിതമൻ ചുറ്റിലും കാണുന്ന നേരം. ഓ വീഴാതെ നിൽക്കുവാൻ നീ തുണ ചെയ്യണേ എന്നാത്മനായകനേ, ഈ മരുവാസം തുടർന്നിടും. ദൈവത്തിന്റെ ഭാഗത്ത് കൊടുക്കുക. ഞാനെപ്പോഴും പറയാം, പഴയ കാര്യം ഒന്നും മറക്കരുത്. ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗം പറഞ്ഞു, കന്നഡി എയർപോർട്ടിൽ പെട്ടിയായിട്ട് വന്ന് നിന്നത് മറക്കരുത്. തണുപ്പൊക്കെ പിടിച്ചു നിന്നതേ. ഇപ്പൊ അമേരിക്ക വരുന്നവർക്ക് ഒരു കുഴപ്പമില്ല. ഉണ്ടോ ചോദിച്ചാ? എന്ത് കഷ്ടപ്പെട്ട ഈ ആരംഭത്തിൽ നമ്മൾ സംസാരിച്ചില്ല, നമുക്ക് ഉച്ച കഴിഞ്ഞ് പറയാം. ഇപ്പൊ നമ്മൾ കാണുമ്പോൾ ചോദിച്ചതിന് വീടുണ്ട്, പിള്ളേര് നല്ല നിലയിലായി, നല്ല വീടുണ്ട്, ചോദിച്ചാലും തരക്കേടില്ല. പക്ഷെ ആരംഭം ചോദിച്ചു നോക്കാം. എല്ലാവരും അങ്ങനെ. എന്ത് അഭിപ്രായം? ഇപ്പം വരുന്നവർക്ക് അങ്ങനെ വലിയ കുഴപ്പം
ഇല്ല. ഇപ്പം ബന്ധുക്കളുണ്ട്, ചാർച്ചക്കാരുണ്ട്, എത്ര ദിവസം വേണമെങ്കിലും താമസിക്കാം. സ്തോത്രം. ജോലിയായിട്ടാണ് ഇവിടെ വരുന്നത്. അന്ന് വണ്ടിയുണ്ടോ? എന്നോട് ഒരാൾ പറഞ്ഞ് ഇവിടെ ആദ്യം വന്നപ്പോൾ സ്ട്രീറ്റിൽ കിടന്നിട്ടുണ്ടെന്ന്. കഴിഞ്ഞ ദിവസം പറഞ്ഞതാ. എയർപോർട്ടിലോട്ട് ക്ഷണിക്കാൻ വന്നപ്പം കാറും ഒന്നുമില്ല, ട്രെയിൻ പിടിച്ചു പോയി. തിരിച്ചു വന്നതൊക്കെ പറഞ്ഞു കേട്ട് ഞാൻ അമേരിക്കയിൽ 50 കൊല്ലത്തിന് മുമ്പ് വന്ന ചരിത്രം പറഞ്ഞതാ. ഇപ്പൊ വരുന്നവർക്ക് ഒരു കുഴപ്പം ഉള്ള എയർപോർട്ടിൽ ഏത് കാറ് വേണമെന്നൊക്കെ. ഇപ്പൊ കാറിന് മാറ്റി വെക്കുക. ഏത് കാറാണ് കൊണ്ടുവരുന്നത്? എനിക്ക് അതിൽ യാത്ര ചെയ്താൽ മറ്റേ കാർ എടുക്കും. അത് മോള് കൊണ്ടുപോയി, അത് മോൻ കൊണ്ടുപോയി. എല്ലാവർക്കും ആയില്ലേ? എല്ലാവർക്കും ഓടിക്കാൻ അറിയാത്ത കൊണ്ട് ആ കാറില്ലാതിരിക്കുന്നത്. ആരംഭത്തിൽ അങ്ങനല്ല. അതെല്ലാ മേഖലയിലും എല്ലാ സ്ഥലത്തും അങ്ങനെ ഒത്തിരി കഷ്ടപ്പെട്ടത്. അപ്പൊ ഇതൊക്കെ ഓർക്കണം, തലമുറക്ക് പറഞ്ഞു കൊടുക്കണം. ദൈവത്തിന് മഹത്വം. തന്നെയല്ല നന്ദിയുള്ളവരുമായി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും പറഞ്ഞു, ദൈവത്തമ്പുരാൻ കഴിഞ്ഞാൽ ഈ രാജ്യത്ത് വരാൻ ഒരു മുഖാന്തരം ആരെങ്കിലും കാണുമല്ലോ. മരിക്കുന്നത് വരെ അവരോട് കടപ്പെട്ടിരിക്കണം. ഇവിടെ വന്നപ്പം അല്പം പപ്പും തൂവലും ഒക്കെ വെച്ച് പറക്കയൊക്കെ പിടിച്ചപ്പം സ്തോത്രം. എന്റെ അഭിപ്രായമാണ്, നിങ്ങൾ യോജിക്കുകയല്ലെന്ന് എനിക്കറിയാം. കുറഞ്ഞ പക്ഷം ആഴ്ചയിൽ ഒന്നെങ്കിലും അവരെ വിളിക്കണം. ഒക്കുന്നെങ്കിൽ മാസത്തിൽ ഒരു ദിവസമെങ്കിലും പോയി അവരെ കാണും. ഇപ്പൊ അവര് പ്രായമായിരിക്കും. ഒരു കർത്തദാസി എന്നോട് വളരെ ദുഃഖത്തോട് പറഞ്ഞു, അവര് മരിച്ചുപോയി. സഹോദരങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്നു. എല്ലാവരും വലിയ പുള്ളിക്കാരായി. എന്നോട് പറഞ്ഞതാണ്, ഒരിക്കലൊരു അവരുടെ വേറൊരു സഹോദരിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ആ ചെറുക്കനെ ഇറങ്ങി വന്നു പോലുമില്ല. 2 മണിക്കൂർ അവിടെ ഇരുന്നു, ഇറങ്ങി വന്നില്ലെന്ന്. ദൈവം കഴിഞ്ഞ അവര് മുഖാന്തരം അമേരിക്ക വന്ന, അല്ലെ പേപ്പറിൽ എഴുതി കാണുകയുള്ളൂ അമേരിക്കയെന്ന്. കെട്ടിടത്തിന്റെ പടം കണ്ട് കേരളത്തിൽ ഇരിക്കുകയുള്ളൂ. ആ മാന്യ മാതാവ് അവര് മരിച്ചുപോയി. എന്നോട് പറഞ്ഞതാ. അവരുടെ കൂടെ വണ്ടിയെ യാത്ര ചെയ്തപ്പോൾ സ്ഥലവും പേരും ഒന്നും ഞാൻ പറയുന്നില്ല. ചെല്ലു പറയാ, പക്ഷെ എനിക്കത് അറിയാതെ ഉറക്കം വരികയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ രോഗം കഴിയുമ്പം നോക്കട്ടെ. എനിക്കങ്ങനെ ആരെയും വലിയ വിശ്വാസമില്ല. സ്തോത്രം. അല്ല, ഞാൻ പറഞ്ഞു എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയല്ല കേട്ടോ. നന്ദിയുള്ളവരായിരിക്കണം. സ്തോത്രം. ദൈവത്തിന് മഹത്വം. അല്ല, നമ്മൾ ചെയ്യുന്നത് മറന്നു കളയുമ്പോൾ ദൈവം അനീതിയുള്ള ദൈവമല്ലല്ലോ. അപ്പൊ നമുക്ക് വേണ്ടി ആരെങ്കിലും ചെയ്താൽ നമ്മളും മറക്കരുത്. കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം. നീ ഇപ്പൊ ചയ്യും പോട്ടും ഒക്കെ കെട്ടി ഇപ്പൊ കാറാൽ ഇങ്ങനെ പറപ്പിക്കുന്നത് അവര് മുഖാന്തരമാണ് ദൈവം കഴിഞ്ഞ. അതുകൊണ്ട് നീ സമയം കിട്ടുമ്പോൾ അവരുടെ അടുത്ത് പോകണം, അവരെ വിളിക്കണം. നിന്റെ ഒരു കോളിന് അവര് പ്രതീക്ഷിക്കുന്നുണ്ട്. കാശൊന്നും കൊടുക്കണ്ട, ഡോളറൊന്നും കൊടുക്കണ്ട. ഒന്ന് വിളിക്കരുതോ? അവരുടെ കൂടെ പോയി 10 മിനിറ്റ് ഇരിക്കരുതോ? നമ്മുടെ ആൾക്കാർ മിക്കവർക്കും നന്ദിയില്ല. പുസ്തകത്തിലെ വാക്യം നന്ദിയുള്ളവരായിട്ടിരിക്കണം. നമ്മൾ പാട്ടൊക്കെ പാടും, നന്ദിയോടെ ഞാൻ സ്തുതി. നീ ഉമ്മ കടന്ന് തൂങ്ങിച്ചത് പോലെ നിൽക്കാതെ വർഷിപ്പിനെ